ഇവിടെ ലയണൽ മെസ്സി അർജന്റീനയും വന്ന് ആർക്കാണ്ടെതിരെ കളിക്കാൻ പോകുമെന്ന് അബ്ദുൾ റഹ്മാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചില ഫാൻസ് അങ്ങ് ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കാര്യഗൗരവമുള്ളവർ അതിനെ ആട്ടാപ്പടലം ഊക്കി പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആഷിഖുറിനെ ഒരു ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി അങ്ങോട്ട് തുടങ്ങും. ഇവിടെ മെസ്സി നിക്കറിട്ട് കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 റൗണ്ട് ഓടിയെന്ന് പറഞ്ഞു. അല്ല, നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് എഫക്റ്റീവായിട്ട് കളിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ആർക്ക് എന്ത് പ്രയോജനമാണ്? കുറെ അടിമകളായിട്ടുള്ള ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകയുണ്ട് എന്നല്ലാതെ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. കേരളത്തിന് വിസിബിലിറ്റി കിട്ടുന്നു. തേങ്ങ കൊലയാണ് കിട്ടാൻ പോകുന്നത്. ഇവിടെ ഒരു മത്സരം നടന്ന വിസിബിലിറ്റി കിട്ടാൻ പോകുന്നത്. ഇതിനെക്കാട്ടി ഫാൻസ് ലയണൽ മെസ്സി വരുന്ന എല്ലായിടത്തും ആരാധകർ വരുന്നുണ്ട്. ആഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അതിപ്പം കേരളത്തിൽ നടന്നുകൊണ്ടൊരു തേങ്ങാ കൊലയും പ്രത്യേകം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതുകൊണ്ടുള്ള ഗുണം അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ പോകുന്ന ടീമിനും അത്യാവശ്യം ക്യാഷും കാര്യങ്ങളും കിട്ടും. ഇന്ത്യക്കെതിരെയാണ് മത്സരം നടക്കുന്നത് എന്ന് ഇവന്മാർ സ്വപ്നം കാണത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്കെതിരെ കളിക്കുമെന്ന്. അതവിടെ നിൽക്കട്ടെ. കളിച്ചാൽ അത്യാവശ്യം നല്ല കാര്യമാണ്. അതിനൊക്കെയുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 2025 സൗഹൃദ മത്സരം നടക്കാൻ പോകുന്നത്. ആരെങ്കിലും രണ്ടാമന്മാർ തമ്മിൽ കളിക്കുന്നതിന്റെ ഹോസ്റ്റിംഗ് ഫീസ് അങ്ങോട്ട് കൊടുത്തിട്ട് ക്യാഷ് കുറെ അങ്ങോട്ട് കൊടുത്ത് ഇവിടെ ഒരു കളി വെച്ചെന്ന് പറഞ്ഞ് കേരളത്തിന് വിസിബിലിറ്റി കിട്ടും. ഇവിടെ ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് കാശ് ഉണ്ടാക്കാം എന്നല്ലാതെ വേറെ ഒരു തേങ്ങാക്കുല ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന തുക ഇവിടെ മെച്ചപ്പെട്ട കായിക പ്രകടനങ്ങൾ നടത്തുന്ന താരങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ചെലവഴിക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ചെലവഴിക്കുക, മര്യാദയ്ക്ക് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കുക, ഒരു സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കുക, അക്കാദമി ഉണ്ടാക്കുക, ഫിറ്റ്നസ് സെന്റർ ഉണ്ടാക്കുക. ഒരു തേങ്ങാക്കളി ഉണ്ടാക്കാതെ മെസ്സിയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പൊട്ടന്മാരുടെ കണ്ണിൽ പൊടിയിടാം എന്നല്ലാതെ യാതൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ കായിക മേഖലയിൽ നേട്ടം ഉണ്ടാകുന്ന മലയാളികൾ വളരെ വലിയ അവഗണനകൾ ഇപ്പം നിങ്ങൾ നോക്കിയേ. ശ്രീജേഷിന്റെ കൂടെ കളിച്ച് മറ്റുള്ളവർക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നൽകിയ ട്രീറ്റ്മെന്റും ശ്രീജേഷിന് നമ്മുടെ കേരള ഗവൺമെന്റ് നൽകുന്ന ട്രീറ്റ്മെന്റും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു തേങ്ങാക്കൊലയും ഇവിടുത്തെ കായിക മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒഡീഷ ഫുട്ബോൾ അസോസിയേഷൻ ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ ഒഡീഷ ഫുട്ബോൾ അസോസിയേഷനിലെ ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നതും കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നതും തമ്മിലൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഹൈദരാബാദിൽ പോലും ഫിഫ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റേഡിയങ്ങൾ വന്ന് ഇവിടെ എന്ത് തേങ്ങാക്കൊലയാണ് വരുന്നത്. ഇപ്പോൾ മെസ്സി വരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റേഡിയം നന്നാക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു തേങ്ങയും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ കുറെ സ്പോൺസേഴ്സിനെ കൊണ്ടുവന്ന് അവർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ വരും. ഒരു ഈവന്റ് മാനേജ്മെന്റ് ഏജൻസി ആയിരിക്കും കാര്യങ്ങൾ മൊത്തം ചെലവഴിക്കാൻ പോകുന്നത്. അവർക്കും ബെനിഫിറ്റ് കിട്ടും. ചില ആളുകൾക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവും എന്നല്ലാതെ ചില അന്ധം ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക നൽകും. ഇവിടുത്തെ കായിക മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്, എന്തോ മഹത്തായ കാര്യം ചെയ്യുന്നുണ്ട് എന്നൊരു നരേറ്റീവ് ഇവിടുത്തെ അന്ധങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം എന്നല്ലാതെ ലയണൽ മെസ്സി ഇവിടെ വന്നതുകൊണ്ടോ അർജന്റീന ഇവിടെ വന്നതുകൊണ്ടോ ആർക്കെതിരെയെങ്കിലും കളിച്ചിട്ട് പോയതുകൊണ്ടോ ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ക്യാഷ് ഇവിടുത്തെ ഫുട്ബോൾ ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ കായിക മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് നമുക്ക് ഗുണമായി മാറിയേനെ. ഇത് ആരോ വന്ന് കളിച്ചിട്ട് പോകുന്നതിന് നമ്മൾ ക്യാഷ് ഇറക്കുന്നു. നമ്മുടെ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈ അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവർക്ക് അവരുടെ ബിസിനസ്സും താല്പര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനം. ചില ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്നതല്ലാതെ ഒരു തേങ്ങ ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ആഷിഖുറിന് ഇങ്ങനെ ഒരു സ്റ്റോറി ഇടേണ്ട കാര്യമില്ലല്ലോ. കായിക മേഖലയിൽ നടക്കുന്ന അവഗണനകൾ ഈ അർജന്റീനയെ കൊണ്ടുവരാൻ ചെലവഴിക്കുന്ന പൈസയുടെ പകുതി പോലും ഇവിടുത്തെ കായിക മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്നില്ലല്ലോ. ഇവിടെ ട്രെയിനിങ് ഗ്രൗണ്ടുകളില്ല, അക്കാദമികളില്ല, നല്ല സ്റ്റേഡിയങ്ങളില്ല, സിന്തറ്റിക് ട്രാക്കുകളില്ല, ഫിറ്റ്നസ് സെന്ററുകളില്ല. ഇതൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. മീൻസ് ഒരു മത്സരം നടക്കുന്നതിന് അനുബന്ധമായിട്ട് എന്തായാലും ഈ തട്ടിക്കൂട്ടും സെറ്റപ്പാണോ നടക്കുന്ന അറിയില്ല. പരിശീലന ഗ്രൗണ്ടുകൾ ഉണ്ടാക്കേണ്ടതാണ്. അത് ഉണ്ടാക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ അതിനകത്ത് തന്നെ ആയിരിക്കും ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത്. അറിയില്ലടേ. ഏതായാലും ഒരു സ്റ്റേഡിയം നവീകരണം നടക്കും ഈ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ. പക്ഷേ ഒരു സ്റ്റേഡിയം നവീകരണം ആ പൈസ എടുത്ത് നമ്മുടെ സ്റ്റേഡിയങ്ങൾ നവീകരിച്ചിട്ട് ഹോസ്റ്റിംഗ് ഫീസ് എടുത്ത് മറ്റ് സ്റ്റേഡിയങ്ങളോട് നവീകരിച്ച് ഫുട്ബോൾ ഡെവലപ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ എത്ര വലിയ നേട്ടം ഉണ്ടായേനെ. ഇത് വെറും മീഡിയ ഗിമ്മിക്. ഇവിടെ നമ്മുടെ മാനേജ്മെന്റും മഞ്ഞപ്പൂടയും കൂടെ ചേർന്നിട്ട് പരിശീലകരെ ബലിമൃഗങ്ങളാക്കി പുറത്താക്കി കണ്ണിൽ പൊടിയിടും. ഒരു ബിഗ് സൈനിങ് നടത്തും, തീർന്നു. ടീമിന്റെ കോറിനെ വിറ്റഴിക്കുന്നത് എല്ലാവരും മറന്നു പോകും. അതുപോലെ കേരളത്തിന്റെ ഫുട്ബോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കായിക മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയും ചെയ്യാതെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയും ആർക്കൊക്കെ മോണിറ്ററി ബെനിഫിറ്റും ഉണ്ടാകുന്നുണ്ട്. ഈ പൈസ ഇവിടുത്തെ കായിക മേഖലയുടെ വളർച്ചയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വളരെ ഗുണപ്രദമായനെ. ആഷിഖുറിനെയൊക്കെ ഊക്കുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. ഇതിനെയൊക്കെ ആഘോഷിക്കാൻ നിൽക്കുന്നവരോട് പത്തറ്റിക് എന്നേ പറയാനുള്ളൂ. ചില ആളുകൾക്ക് ഫാനിസം മൂത്ത് വലിയ കാര്യമായിട്ട് തോന്നും. മെസ്സിയെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഖത്തറിൽ പോയി കണ്ടുകൂടായിരുന്നോ? അല്ല, മെസ്സിയെ ഒരു നോക്ക് കാണുന്നത് ജീവിതാഭിലാഷമാകുന്നവർക്ക് വലിയ സംഭവം ആയിരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ പത്തറ്റിക്.